ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരും കർത്താവിൽ ഒത്തിരി സ്നേഹിക്കുന്നവരുമായ വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, വീണ്ടും നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ കർത്താവിൻ്റെ ആലോചനയ്ക്കായി കാതോർക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങളോട് അഗാധമായ സ്നേഹവും കടപ്പാടും എനിക്കുണ്ട്. അതിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ എൻ്റെ വിനീതമായിരിക്കുന്ന ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും എല്ലാം നമുക്ക് ആവോളം നൽകിത്തരുന്നു. പ്രത്യേകിച്ച് വചനത്തോട് കൂറുപുലർത്തുന്നവരെ കരുതാനും സൂക്ഷിപ്പാനും ദൈവം വിശ്വസ്തനായിരിക്കയാൽ ആ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ട സകല കൃപകളും വചനത്തിലൂടെ പറഞ്ഞു തരുന്ന നമ്മുടെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായ വാക്യം ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്നാണ്. ദാനിയേൽ 1:9 വാക്യം ഇങ്ങനെയാണ്: ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദാനിയേലിന് ദൈവം ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. ബാബിലോണിൽ എബ്രായ ബാലന്മാരുടെ കൂടെ ചെന്നുപെട്ട ദാനിയേൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനായി കൽദയരുടെ ജ്ഞാനവും വിദ്യയും അഭ്യസിച്ച് രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ രാജസദസ്സിൽ പരിചരണം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഈ എബ്രായ ബാലന്മാർ, അതിൽ നിപുണനായിരിക്കുന്ന ദാനിയേൽ തീരുമാനത്തോടും സാമർഥ്യത്തോടും കൂടെ തൻ്റെ ദൈവത്തെ അറിഞ്ഞ വ്യവസ്ഥയ്ക്ക് തക്കവണ്ണം ചെന്ന ദേശത്തും രാജ്യത്തും ദൈവത്തിൻ്റെ സാക്ഷ്യം നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ച ആ ബാല്യക്കാരൻ ഇവിടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ബാബിലോണിൽ ചില നിയമങ്ങൾ അവർക്ക് വേണ്ടി വന്നപ്പോൾ അതിന് മുമ്പിലെടുക്കുന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം ചെയ്തൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ഓർത്തോളണം, ദൈവികമായ ചില കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുമ്പോഴേ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയാം, ദൈവസന്നിധിയിൽ അടിയുറച്ച തീരുമാനത്തോടെ, ദൈവസന്നിധിയിൽ നാം ആരെന്നുള്ള ബോധ്യത്തോടെ എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ തിരുനാമത്തിന് കളങ്കം ചാർത്താതെ, അപമാനം വരുത്താതെ, ക്രിസ്തുവിനെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിന് മഹത്വം വരുമാന് നമ്മുടെ തീരുമാനങ്ങളും കാര്യങ്ങളെല്ലാം അവണ്ണമാണെങ്കിൽ, ആ തീരുമാനം നമ്മുടെ മനസ്സിനകത്ത് മൊട്ടിടുമ്പോഴേക്കും ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമെന്നുള്ളതിന് പല തെളിവുകൾ ഞാൻ വചനത്തിൽ കണ്ടിട്ടുണ്ട്. അതിലൊന്നാണത് ഇവിടെ പറയുന്നത്. ദൈവം ഇടവരുത്തി എന്ന് എഴുതിയിരിക്കുന്നത്. ഇടവരുത്തി പഴയൊരു മലയാള വാക്കാണ്. അതങ്ങനെ സംഭവിക്കാനുള്ള എല്ലാ മുഖാന്തരവും ദൈവമായിട്ടുണ്ടാക്കി കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീക ജീവിതത്തിൽ നാം തനിച്ചല്ല. എങ്ങനെയെങ്കിലും നീന്തി കരപറ്റാൻ ശ്രമിക്കുന്നത് പോലെ നടുക്കടലിൽ വീണൊരു മനുഷ്യനെ പോലെ ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം, ആത്മീക ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ഭക്തി നിർഭരമായിരിക്കുന്ന ഈ സുന്ദര ജീവിതം, ഇത് ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് ആരും കൂട്ടില്ലാതെ അലഞ്ഞ് തിളഞ്ഞ് പതഞ്ഞ് ജീവിച്ചവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവസന്നിധിയിൽ നാം തീരുമാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി പുറകിൽ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ അതല്ലേ സംഭവിച്ചത്. ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ദാനിയേൽ ഉറച്ച് തീരുമാനമെടുത്തപ്പോൾ ഈ ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കാൻ, ആ വാക്ക് കേട്ടെ, നിങ്ങളൊരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് നിങ്ങളോട് ദയയും കരുണയും തരാൻ അതിൻ്റെ ക്രമീകരണം ദൈവം ചെയ്താൽ എന്ത് രക്ഷയായിരിക്കും നമുക്ക്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ 60 പിള്ളേർ പഠിക്കുന്നൊരു സ്ഥാപനമെന്ന് വിചാരിച്ചു. 60 പേരും കാശ് കൊടുത്താണ് പഠിക്കുന്നത്, 60 പേരും മിടുമിടുക്കരാ. പക്ഷേ നിങ്ങളുടെ കൊച്ചിനോട് ആ ഫാക്കൽറ്റിക്ക്, പ്രിൻസിപ്പലിന്, ക്ലാസ് ടീച്ചർക്ക്, ആർക്കുമാകട്ടെ, അവർക്ക് പ്രത്യേകമായിരിക്കുന്നൊരു കരുണയും ദയയും. നിങ്ങൾ ടീച്ചേഴ്സ് മീറ്റിങ്ങിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോട് ചെല്ലുമ്പോഴത്തേക്കും ആ പേരൻറ്റിനെ കണ്ടിട്ട് ടീച്ചറോ ഉദ്യോഗസ്ഥനോ പറയുക, ഞങ്ങൾക്ക് അവനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്, എന്താണെന്നറിയില്ല, അവൻ മിടുക്കനാണെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടായിരിക്കും.
അതിന് കഴിവല്ല ദൈവമക്കളെ. ദൈവമായ കർത്താവ് മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളോട് കരുണ കാണിക്കാൻ, ദയ കാണിക്കാൻ ദൈവമായ കർത്താവ് ഇടവരുത്തുക എന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഏതൊക്കെ വിധത്തിൽ അർത്ഥം വരുമെന്നുള്ള കാര്യം നമുക്ക് ഗ്രഹിക്കാവുന്നേ ഉള്ളൂ. ദൈവം അതിൻ്റെ അവസരം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നൊരു ദൈവമുണ്ട്. ചുമ്മാ ഒരുത്തനും ഇത് കിട്ടത്തില്ല കേട്ടോ. അതാ ഇന്ന് ഏറ്റവും പ്രധാനമായി പറയാൻ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നത്. കർത്താവ് ഇടവരുത്തിക്കോളും എന്നോർത്തുകൊണ്ട് നമ്മൾ കൂർക്കം വലിച്ച് ഒതുങ്ങിപ്പോകരുത്. പിന്നെയോ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മീകമായി വിട്ടുവീഴ്ചയില്ലാതെ ദൈവസന്നിധിയിൽ ഉദാസീനത വരുത്താതെ ദൈവപ്രസാദം വരുമാറ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്താൽ ചില കാര്യങ്ങൾക്ക് ദൈവം ഇടവരുത്തും. ഭയങ്കര കർക്കശക്കാരനായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കടന്നു പോകുന്ന ഇന്നലകളിൽ. ആരോടും കരുണ കാണിക്കാത്ത ആളാണ്. എല്ലാവരും വളരെ ഭയത്തോടെ മാത്രം നിരീക്ഷിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ എന്നോട് അസാധാരണ കരുണ കാണിച്ചെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മൾ വിശ്വസിക്കുന്നത് രാജാക്കന്മാരുടെ മനസ്സ് പോലും തിരിക്കാൻ കരുത്തുള്ളൊരു ദൈവം നമുക്കുണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മളെ ശക്തരാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് രാജ്യത്ത് ചെന്നാലും ഏത് വലിയ താവളത്തിൽ ചെന്ന് പെട്ടാലും അവിടെ ഉള്ളവർക്ക് നമ്മളോട് ദയയും കരുണയും തോന്നാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നേ? എവിടെ ചെന്ന് പെട്ടാലും അങ്ങനെയാണെങ്കിൽ അപരിചിതരുടെ നടുവിൽ ചെന്ന് പെട്ടാലും നമുക്കറിയാം, കടലിൽ വെച്ച് കപ്പൽ തകർന്ന് പൗലോസ് നീന്തി കയറി വരുമ്പോൾ അസാധാരണ ദയ ആ നാട്ടുകാർക്ക് അവരോട് കാണിക്കാൻ തോന്നിപ്പിച്ചില്ലേ? അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഈ ദാനിയേലിനെ പോലത്തെ ഒരു ചെറുപ്പക്കാരനായിരുന്ന യോസേപ്പ് സ്വന്തം സഹോദരന്മാരാൽ തള്ളപ്പെട്ട് ഇശ്മായേൽ കച്ചവടക്കാരുടെ കച്ചവട വസ്തുവായിട്ട് മിസ്രൈമിൽ ചെന്നു. മിസ്രൈമിൽ ചെന്ന് ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ സഹിച്ചവിടെ കാരാഗ്രഹത്തിൽ കടന്ന് പിന്നെ പുറത്തു വന്ന് ഫറവോൻ്റെ മുമ്പിൽ എത്തേണ്ട സമയം വന്നു. ആ സമയത്ത് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം 7:10 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം യോസേപ്പിന് ഫറവോൻ്റെ മുമ്പാകെ നിൽപ്പാൻ കൃപയും ജ്ഞാനവും കൊടുത്തത്രേ. അപ്പം നമ്മൾ ചെല്ലുന്നത് എവിടാണെങ്കിലും അവിടെ ഇരിക്കുന്ന അധികാരിയുടെ മുമ്പിൽ ദൈവം നമുക്ക് കൃപ തന്നാൽ, ജ്ഞാനം തന്നാൽ, അവർക്ക് നമ്മളോട് കരുണ തോന്നാൻ, ദയ തോന്നാൻ അവസരം തന്നാൽ, ഇനി വേണോ തെളിവ്? 30 ദിവസത്തേക്ക് രാജസദസ്സിലേക്ക് പ്രവേശനമില്ലെന്ന് വലിയ ബോർഡ് എഴുതി രാജാവിൻ്റെ പള്ളിയറയുടെയും ഓഫീസിൻ്റെ മുമ്പിൽ തൂക്കി കാവലാളുകളെ കർശനമായിട്ട് ഒരാളെയും കയറ്റിവിടരുത് എന്ന് പറഞ്ഞ ആ വലിയ രാജ നിയമത്തിൻ്റെ മുമ്പിൽ, ഹാമാൻ ഒരുക്കിയ തന്ത്രത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എസ്തേർ 3-ാം ദിവസം കയറിയില്ലേ? കയറി ചെന്ന വഴി രാജാവിന് അവളോട് പ്രീതി തോന്നിയെന്ന് എഴുതിയിരിക്കുന്നത്. ചെങ്കോല് നീട്ടിയിട്ട് ചോദിച്ചു, രാജ്ഞിയേ നിനക്കെന്തു വേണം? രാജ്യത്തിൻ്റെ പകുതി വേണോ? ഞാൻ പറയുന്നു, ജീവിതത്തിൻ്റെ തിരശീലയുടെ പുറകിൽ നിൽക്കുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ എത്ര നീചനാണെങ്കിലും, എത്ര ചീത്തയാണെങ്കിലും, എത്ര മോശം സ്വഭാവമുള്ളവനാണെങ്കിലും, നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്നോടൊരു പ്രത്യേക മമത കാണിക്കാൻ, സ്നേഹം കാണിക്കാൻ കർത്താവ് ഇടവരുത്തിയാൽ രക്ഷപ്പെട്ടില്ലേ? ഞാൻ എത്ര പേരുടെ കാര്യം പറഞ്ഞു. പൗലോസിന് മെലീത്തയിൽ കിട്ടിയ അസാധാരണ ദയ, യോസപ്പിന് ഫറവോൻ്റെ മുമ്പിൽ കിട്ടിയ ജ്ഞാനം, കൃപ, എസ്തേറിന് രാജാവിൻ്റെ മുമ്പിൽ ലഭിച്ച പ്രീതി, വാത്സല്യം, ദാനിയേലിന് മേൽസർ എന്ന ക്ഷണ്ണാധിപൻ്റെ മുമ്പിൽ ലഭിച്ച ദയയും കരുണയും, ഇനിയും തപ്പിയാൽ ഒത്തിരി ഒത്തിരി പേർക്ക് ഈ വേദപുസ്തകത്തിൽ ദൈവം ഇതുപോലെ ഇടവരുത്തിയിട്ടുണ്ട്. ഞാൻ ഡിസംബർ മാസത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണോ? നിങ്ങളുടെ ഭർത്തൃ വീട്ടിലോ, ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിലോ, നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്തോ, നിങ്ങൾ ജോലിക്ക് എത്തപ്പെട്ട സ്ഥലത്തോ, നിങ്ങളുടെ കൾച്ചറുമായിട്ട് നമ്മുടെ വിശ്വാസവുമായിട്ട് യാതൊരു പൊരുത്തമില്ലാത്ത വേറൊരു ടൈപ്പ് മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ മേശയുടെ തൊട്ട് മുമ്പിൽ നിങ്ങളുടെ കസേരയിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നു. എപ്പോഴും നിങ്ങൾ തുറച്ചു നോക്കുന്നു, നിങ്ങളെ പരീക്ഷിക്കാൻ, നിങ്ങളിൽ എന്തെങ്കിലും ന്യൂനത കണ്ടുപിടിക്കാൻ.
ഈ ദാനിയേലിന് പുറകിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവരെ പോലെ കാത്തിരിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. ഇങ്ങനെയുള്ളവരുടെ നടുവിൽ ദൈവം കരുണ കാണിക്കാനും ദയ കാണിക്കാനും ഇടവരുത്തിയാൽ മര്യാദയ്ക്ക് ജീവിച്ചോളാമോ? സ്വോത്രം പറഞ്ഞ് ജീവിച്ചോളാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവമേ, ഇവിടെ കഷ്ടപ്പെടുന്ന ഈ ഭൂമിയിൽ, വീട്ടിൽ എവിടെ ആയിരിക്കുന്നു നിങ്ങൾ, അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിയാൽ ഈ വാക്യങ്ങൾ മുറുകെ പിടിച്ചിട്ട് പറയണം, ഇവരുടെ മുമ്പിൽ എനിക്ക് ഇച്ചിരി ദയ തരണം, കൃപ തരണം, ഇച്ചിരി പ്രീതിവാത്സല്യം തരണം, ജ്ഞാനം തരണം, അബദ്ധം പറ്റാതിരിപ്പാൻ, എന്നെ ഏൽപ്പിച്ചത് വിജയിപ്പിച്ച് തീർക്കാൻ, എന്നെ ഡീപ്രമോട്ട് ചെയ്യാതിരിപ്പാൻ, എന്നിലൊരു കുറ്റം കണ്ടെത്താതിരിപ്പാൻ, ഇവർക്കൊക്കെ കൊടുത്ത ജ്ഞാനവും കൃപയും ദയയും കരുണയും എനിക്കും തരണം. ചിലരുടെ മുമ്പിൽ നമ്മുടെ കഴിവുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതിന് ദൈവം പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹം തരണം. ദൈവം അതിന് ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ സന്ദേശം നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം തന്നത് പങ്കുവെക്കുക. എൻ്റെ മക്കളെ പിടിച്ചു നിർത്തണം. അവരിത് കേൾക്കുന്നത് എവിടെ ഇരുന്നാണെങ്കിലും അവരുടെ മുമ്പിൽ ഈ ദിവസങ്ങളെ ഫേസ് ചെയ്യാൻ, ഈ വർഷത്തിൽ തീരുന്നതിനേക്കാൾ മുമ്പ് ചില കാര്യങ്ങൾ, ചില ശക്തന്മാർ അവരുടെ മുമ്പിൽ നിൽക്കാൻ, ചില വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ, ചില പ്രതികൂലങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അസാധാരണ കൃപയും കഴിവും ജ്ഞാനവും എല്ലാം ദൈവം കൊടുക്കണം. പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.